എറണാകുളം കാക്കനാട് സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് വീട് അപകടാവസ്ഥയിൽ. പുലിക്കൽ വീട്ടിൽ സാജു ജോസഫിന്റെ വീടാണ് ഇപ്പോൾ അപകടാവസ്ഥയിൽ ഉള്ളത്. ആൻമരിയ സന്നിയാണ് വിവരങ്ങളുമായുള്ളത്. ഈ കാക്കനാട് സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് കിടക്കുന്ന അവസ്ഥ അത് വളരെ അപകടകരമായ സ്ഥിതിയാണെന്ന് ദൃശ്യങ്ങൾ കണ്ടാൽ അറിയാം. എന്താണ് സംഭവിച്ചത്? അധികൃതർ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഏകദേശം ഇന്ന് രാവിലെ 4:30 കൂടിയാണ്, വെളുപ്പിന് 4:30 കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. വലിയൊരു ശബ്ദത്തോടു കൂടി ഈ കാർപോസ്റ്റ് ഉൾപ്പെടെ തകർന്ന ഈ സംരക്ഷണ ഭിത്തി തകർന്നുകൊണ്ട് വീഴുകയായിരുന്നു. ഇത് ഇങ്ങനൊരു അപകടത്തിൽ ഈ വീടിനുൾപ്പെടെ വിള്ളലുകൾ വീണിട്ടുണ്ട്. അവിടെ താമസിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത്. നിലവിൽ ഈ ഭാഗത്തേക്ക്, അതായത് ഈ വീട് നിൽക്കുന്ന ആ ഭാഗത്തേക്ക് അധികൃതർ ഉൾപ്പെടെയുള്ള ആളുകളെത്തി അവരെ അവിടുന്ന് മാറ്റി താമസിക്കാൻ അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് മാറിയിട്ടുണ്ട്. അവരുടെ ബന്ധുവീടുകളിലേക്കോ അല്ലെങ്കിൽ ക്യാമ്പുകളിലേക്കോ മാറണമെന്നുള്ള ഒരു നിർദ്ദേശവും അധികൃതരുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. മാത്രമല്ല, വലിയ ശക്തമായിട്ടുള്ള മഴയാണ്. ഈ മഴയിൽ ആ വീട്ടിൽ താമസിക്കുക എന്ന് പറയുന്നത് അതൊരു ദുഷ്കരമാണ്. ഇനി മഴ ഈ രീതിയിൽ തന്നെ തുടരുകയാണ് എങ്കിൽ വീട് അല്പം കൂടി അപകടാവസ്ഥയിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് മാറി താമസിക്കണമെന്നുള്ള ഒരു ഉത്തരവും അധികൃതരുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. എന്തായാലും വലിയൊരു അപകടത്തിൽ നിന്നാണ് ഒഴിവായി പോയത്. ജിക്കെ, ശരി, ആൻമരിയാണ് വിവരങ്ങൾ നൽകിയത്. എറണാകുളം കാക്കനാടാണ് സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് വീട് അപകടാവസ്ഥയിലായിരിക്കുന്നത്. പുലിക്കൽ വീട്ടിൽ സാജു ജോസഫിന്റെ വീടാണ്. അവിടെ നിന്നുള്ള ഒരു പ്രതികരണം നമുക്ക് വന്നിട്ടുണ്ട്, അത് കാണാം. ഭയങ്കര ശബ്ദത്തോടു കൂടി സൈഡ് പ്രൊട്ടക്ഷൻ വാൾ ഇടിയുകയും കാർപോർച്ച് വീടിനും എല്ലാം വിള്ളൽ വീണ് അധികം സീരിയസ് ആയ രീതിയിലാണ് ആ വീടിരിക്കുന്നത്. ഏത് നിമിഷവും നിലം പൊത്താം. അപ്പോൾ നമുക്കത് ഡിസാസ്റ്റർ മാനേജിൽപ്പെടുത്തി എന്തെങ്കിലും ധനസഹായം നഗരസഭയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഗവൺമെൻറ് ഭാഗത്തു നിന്നോ ഉണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.